പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞുമായി എത്തിയ രാഹുൽ ഗാന്ധിയെ അടിച്ചോട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ ചെയ്യാൻ പോകുന്നത് പറയുന്നത് നമുക്ക് നോക്കാം. കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വളരെ കാലമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു വരികയാണ്. വ്യാജവിലാസം, ഇലക്ട്രോണിക് ഡാറ്റ നൽകാത്തത്, ഇലക്ട്രൽ ലിസ്റ്റ് അഴിമതി, വോട്ടിംഗ് ശതമാനത്തിലെ പെട്ടെന്നുള്ള വർധനവ്, BJPയെ സഹായിക്കൽ, ഭരണഘടനാ ലംഘനം തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുലിൻ്റെ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോയത്. നിങ്ങളെ ഞങ്ങൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരിപ്പെടുത്തി കളയും, ജൂനിയർ എന്നോ സീനിയർ എന്നോ ഇല്ലാതെ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ പണിഷ് ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതായത് പച്ചയായിട്ടുള്ള ഭീഷണി ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നോക്കി രാഹുൽ ഗാന്ധി നടത്തുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പത്രസമ്മേളനം തന്നെ നടത്തി. രാഹുൽ ഗാന്ധിയുടെ തിരക്കഥ പഴയതാണ്. അദ്ദേഹം ഒന്നിനു പുറമെ ഒന്നായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പഴയ കുപ്പിയിലെ പുതിയ വീഞ്ഞ് പോലെയാണ്. രാഹുൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ 2018 മുതൽ അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് കമൽനാഥും ഉന്നയിച്ചതാണെന്ന് കമ്മീഷൻ പറഞ്ഞു. ആ സമയത്ത് കമൽനാഥ് ഒരു സ്വകാര്യ വെബ്സൈറ്റിൽ നിന്ന് ഡാറ്റ ഡൗൺലോഡ് ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ചർച്ച ചെയ്യപ്പെട്ട പോരായ്മകൾ 4 മാസം മുമ്പ് പരിഹരിച്ചു. അതിൻ്റെ ഒരു പകർപ്പ് പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു യഥാർത്ഥത്തിൽ അന്നുണ്ടായ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇനി തിരയാൻ കഴിയുന്ന PDF വോട്ടർ പട്ടിക വേണമെന്ന ആവശ്യം 2018 കമൽനാഥ് ഉന്നയിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ഹർജി തള്ളിക്കളയുകയായിരുന്നു. ഇപ്പോൾ 2025 തൻ്റെ പഴയ പന്തയം നടക്കില്ലെന്ന് രാഹുലിന് മനസ്സിലായി. അതിനാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലയിടത്തും സമാനമായിട്ടുള്ള പേരുകൾ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതായത് പഴയ പണി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുക. ഈ രാജ്യത്ത് എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ നമ്മളറിയാതെ നടക്കുന്നുണ്ട് എന്ന്, പക്ഷേ അതിന് തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ ബഹുമാനിക്കുന്നില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത്. 3 സംസ്ഥാനങ്ങളിൽ ആദിത്യ ശ്രീവാസ്തവയുടെ പേരിൽ വോട്ട് കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും അത് അവകാശപ്പെട്ടിട്ടുണ്ടെന്നും 3 മാസം മുമ്പ് അത് തിരുത്തിയിട്ടുണ്ടെന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. കമൽനാഥ് കേസിൽ സുപ്രീം കോടതി നൽകിയ തീരുമാനം നിയമം സൃഷ്ടിച്ച ഒരു സാഹചര്യമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ചുന്നയിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ ബഹുമാനിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. വോട്ടർ കാർഡിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ടെത്തിയാൽ എതിർപ്പുകൾക്കും പരാതികൾക്കും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയും ആ നിയമ നടപടി പിന്തുടരേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.